ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പെരുന്തലരുവി എന്ന് പറയുന്ന റാന്നിയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ടശാല വെച്ചിച്ചിറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പെരുന്തലരുവി എന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ചൂണ്ടയിടുന്ന മീൻ ഏതാണെങ്കിലും നമ്മൾ അതിനെ ഫ്രൈ ചെയ്യുന്നു. അതും പുതിയ രീതിയിലുള്ള ഒരു ഫ്രൈ. കൊണ്ടോട്ട മുളകെന്ന് കേട്ടിട്ടുണ്ടോ? അതായത് തമിഴ്നാട്ടിൽ കൊണ്ടോട്ട മുളകെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പറയും കർണപ്പൊട്ടി മുളകെന്ന് പറയും. ഈ കർണപ്പൊട്ടി മുളക് വെച്ചിട്ട് നമ്മളൊരു റെസിപ്പി അല്ലെങ്കിൽ നമ്മൾ അത് വെച്ചാണ് ഈ മീൻ കിട്ടുന്ന ഏത് മീനാണെങ്കിലും നമ്മളതിനെ ഫ്രൈ ചെയ്ത് കപ്പയും മൊത്തം കഴിക്കാൻ പോകും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവല്ലേ? അപ്പം ഞങ്ങളുടെ വണ്ടി റെഡിയാണ്. ഇനി മുകളിൽ അവിടെ നിന്ന് 2-3 പേര് കയറാറുണ്ട്. അപ്പോൾ അവരെയാണ് കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓക്കെ ഗായ്സ്, നമുക്ക് കാണാം. സീ യു ഇൻ പെരുന്തലരുവി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പെരുന്തലരുവി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ ചൂണ്ടിടുന്നു, അവിടെ നിന്ന് മീനെ പിടിക്കുന്നു. മീന് നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നു. പിന്നെ അതിനനുസരിച്ച് കപ്പയും ഒക്കെ ആയിട്ട് കൂട്ടി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പെരുന്തലരുവിലോട്ട് യാത്ര ചെയ്യാം. ഇതാണ് നമ്മൾ പെരുന്തലരുവി എന്ന് പറയുന്ന സ്ഥലം. ഭയങ്കര കുന്നും മലകളും ഒക്കെ നിറഞ്ഞ ഒരു സംഭവമാണ്. അതിമനോഹരമായ അതിസുന്ദരമായ വനപ്രദേശമാണ് ഈ കാണുന്ന പെരുന്തലരുവി എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് എല്ലാവർക്കും വന്ന് കണ്ട് ഉല്ലസിക്കാൻ അല്ലെങ്കിൽ രസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും ഇങ്ങോട്ട് സ്വാഗതം. ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിപ്പോൾ ചെറിയ മിന്നായം പോലെ കാണത്തുള്ളൂ പെരുന്തലരുവി. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. അവിടെ നമ്മൾ പോയി ചൂണ്ടയിടുന്നു. ഏറ് ചൂണ്ടയാണ് നമ്മൾ ഇടുന്നത്, അതായത് പഴയ സ്റ്റൈലിലുള്ള ഏറ് ചൂണ്ട. അപ്പോൾ നമ്മളത് പോയി ചൂണ്ടയിട്ട് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, എങ്ങനെയാണ് ആ മീൻ പിടിച്ച് ഫ്രൈ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമുക്ക് തരാം. ഓക്കെ ഗായ്സ്, ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെരുന്തലരുവി കവാടത്തിൻ്റെ മുന്നിൽ വച്ചേക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡാമിലോട്ട് യാത്ര ചെയ്യുന്നത്. ഡാമിൻ്റെ താഴ്വശത്താണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്. അതായത് പെരുന്തലരുവിയിലെ മെയിൻ കവാടമാണിത്. ഒരു സൈഡിൽ മൊത്തം കാടാണ്. ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പെരുന്തലരുവി ഡാമിൻ്റെ മുകൾ ഭാഗത്താണ്. ഇനി നമ്മൾ വണ്ടി ഇതിൻ്റെ അങ്ങപ്പുറ ഭാഗത്താണ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി പോയാലേ നമുക്ക് ആ സ്ഥലത്തോട്ട് എത്താൻ പറ്റുകയുള്ളൂ. അപ്പം പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളുണ്ട്. നല്ല മലകളുണ്ട്, കുന്നുകളുണ്ട്, വനപ്രദേശമാണ്. നമുക്ക് കാണുന്ന ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാഴ്ചകൾ കണ്ട് പോകാം. ഗായ്സ്, നമ്മൾ പിന്നെ ഡാമിൻ്റെ എതിർഭാഗത്ത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ചെറുതായിട്ട് മാത്രമേ വെള്ളം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ചെറിയ നിശബ്ദമായിട്ടുള്ള ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ് കാണാനായിട്ട്. അതിൻ്റെ ഇവിടുത്തെ ഭൂപ്രദേശങ്ങളൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ. ആസ്വദിച്ച് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും സമയം പോകാനും ഒക്കെ നല്ല ഒരു സ്ഥലമാണ് പെരുന്തലരുവി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ താഴ്വരയിലാണ് നമ്മളിനി ചൂണ്ടിടാൻ പോകുന്നത്. അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. അവിടെ 2-3 പേര് ചൂണ്ടയിടുന്നുണ്ട്. അവർ ഏറ് ചൂണ്ടയല്ല ഇടുന്നത്, സാധാ ചൂണ്ട ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഏറ് ചൂണ്ടയാണ്. കുറച്ചും കൂടെ ആഴത്തിലോട്ടാണ്, നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രദേശം കൂടെ നമുക്കൊന്ന് കാണാം. സൂപ്പർ, അടിപൊളി. എന്തൊരു ഒഴുക്കാണെന്നറിയാമോ? ബ്യൂട്ടിഫുൾ, സൂപ്പറായിട്ടുണ്ട്, തകർത്തു. അപ്പം കാണാൻ വരേണ്ടവരൊക്കെ വന്ന് കാണുക. അപ്പോൾ ഇതൊരു അവസരമാണ്. നിങ്ങൾ ഈ ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഡാം, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ താമസിക്കാനുള്ള ഹോട്ടൽ സൗകര്യങ്ങളും ബിയർ പാർലറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവർക്കും വന്ന് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാം. എന്നും പറഞ്ഞ് ഈ കുഴിയിലൊന്നും പോയി ചാടല്ലേ, ആപത്താണ്. ഒത്തിരി പേര് മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചൂണ്ടയിടാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചങ്ങാതികൾ. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ്. ഏറ് ചൂണ്ട സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രദേശങ്ങളൊക്കെ കണ്ടല്ലോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ? ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചൂണ്ടിടാൻ പോവാണ്. ഏറ് ചൂണ്ടയാണ് ഇടുന്നത്. നമ്മുടെ നാടൻ പ്രയോഗമാണ്. അപ്പോൾ നമ്മൾ ഇടുവാണ്.
പോയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് മീനെ കിട്ടുന്നവരെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഒരു ഏറ് ചൂണ്ട അവിടെ ഇട്ട് കഴിഞ്ഞു. അടുത്ത ഏറ് ചൂണ്ടയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. അടുത്ത ഏറ് ചൂണ്ട ഞാനിങ്ങനെ കറക്കാൻ പോവുകയാണ്. കറക്കിയെടുത്തു. ഇതാ പിടിച്ചു. ആഞ്ഞങ്ങോട്ട് പിടിച്ച് ഒറ്റ വീശ്. അതാ പോയി കഴിഞ്ഞു. അടിപൊളി. കറക്റ്റ് കുളത്തിൻ്റെ സെൻറ്ററിൽ തന്നെ വീണിട്ടുണ്ട് കേട്ടോ. പോണ പോക്ക് കണ്ടോ? അടിപൊളി. അമ്പടാ സൂപ്പർ. അടിപൊളി. അവിടെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കിട്ടുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഒരു ചൂണ്ട കൂടെ നമുക്ക് ഇടാനുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. എത്ര നേരം ഇവിടെ ഇരിക്കണമെന്നുള്ള അറിയത്തില്ല. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം മീൻ കിട്ടുന്നവരെ. നമ്മളിപ്പോൾ ഇന്നത്തെ തന്നെ തയ്യാറാക്കിക്കുന്ന സാധനമാണ് കൊണ്ടോട്ടി മുളക്. കണ്ടിട്ടില്ലേ? നല്ല ചുമന്നിരിക്കുന്ന കൊണ്ടോട്ടി മുളക്. ഇതാണ് സൂപ്പർ സാധനമാണ്. ഇന്ന് കടിച്ചാൽ മതി, എല്ലാം മാറും. അസുഖം വരെ മാറും. കൊറോണ അല്ല, കോവിഡ് അല്ല, ഏത് അസുഖം വേണമെങ്കിലും മാറും. ഇതാണ് സാധനം. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് ഫിഷ് റെഡിയാക്കുന്നത്. ഏത് ഫിഷാണെന്ന് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏത് ഫിഷാണെങ്കിലും നമ്മൾ അതുകൊണ്ട് നമ്മൾ റെഡിയാക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, അതുപോലെ ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇവിടെ നിന്ന് അരച്ച് റെഡിയാക്കിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്. നേരത്തെ ഒരാഴ്ചക്ക് മുമ്പ് ഇട്ടായിരുന്നു. മീനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചുണ്ടിടുകയാണ്. ഓക്കെ. ഇത് എന്തായാലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൂണ്ട പൊട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെ പിടിക്കുകയാണ്. അപ്പോൾ അത് വെറുതെ സാധനം തരുന്നു കേട്ടോ. കിട്ടുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതെല്ലാം പിടിക്കാം. കിട്ടി കഴിഞ്ഞു. കിട്ടി. കിടലൻ. ഇതിനെ ഫ്രൈ ചെയ്യണം. കിടക്കുന്നുണ്ട്. ഭയങ്കര പട കേട്ടോ. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ പിടിച്ചിട്ട് ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒഴുക്കൊന്ന് കാണിക്കുവാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മഴയൊക്കെ പെയ്തപ്പം കുറച്ചും കൂടെ ഒഴുക്കൊക്കെ കൂടി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കിട്ടിയ മീനാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ ചേർക്കാനുള്ള സാധനമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പോലീസായിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മീനുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നേക്കാണ്. വീട്ടിൻ്റെ താഴ്വരയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വലിയ ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൊണ്ടട്ടമുളക് കൊണ്ട് അരച്ച സാധനമാണിത്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൈയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2-3 ദിവസം പിന്നെ കൈ അനക്കണ്ട. അതുകൊണ്ട് നമ്മൾ സ്പൂണിട്ടാണ് അനക്കേണ്ടത്. ഉപ്പ് മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്. നമ്മൾ ഫിഷിലെല്ലാം തേച്ച് പിടിച്ച് കഴിഞ്ഞ് ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ വെക്കണം. 5 മിനിറ്റ് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഉള്ളി വെച്ചേക്കുവാണ്. ഇത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. നമ്മൾ മീൻ ഒടിക്കൊണ്ട് എണ്ണയിലോട്ട് നമുക്കിടാം. അപ്പോൾ നമ്മൾ ഫിഷ് ഇട്ടു. അതിന് ഫ്രൈ ആണെങ്കിൽ 10-15 മിനിറ്റോളം പിടിക്കും. അപ്പോൾ നമുക്ക് അതൊരു കാത്തിരിക്കാം. അടിപൊളിയല്ലേ കാണാനൊക്കെ? എന്ത് സോയാന്ന് വെച്ചു. നമ്മളിതിനകത്ത് വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല. കൊണ്ടോട്ടി മുളകെന്ന് പറയുന്ന ആ മുളക് മാത്രം. പിന്നെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചുകൂടെ കുരുമുളക്, കരിയാപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി 2-3 വർഷം. അപ്പോൾ അത്രയൊക്കെ ചേർത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് നമുക്കറിയാം. ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ പിന്നെ കർണപ്പൊട്ടി മുളക് അല്ലെങ്കിൽ കൊണ്ടോട്ടി മുളക് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കപ്പയുണ്ട്, അതുകൂടെ ചെറിയ സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ ഒന്ന് ആദ്യമേ ടേസ്റ്റ് ചെയ്തത് നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ വീണ്ടും ടേസ്റ്റ് ചെയ്യുകയാണ്. കേട്ടോ, അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ പോയി, അതുകൊണ്ടാണ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നത്. കാരണം സമയം ഒത്തിരിയായി. ഞങ്ങളൊരു 3 മണിക്കൂർ അവിടെ ചൂണ്ടിട്ടാണ് ഈ ഒരു മീനെ കിട്ടിയത്. അപ്പം പ്രിയ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. കൊണ്ടോട്ടി മുളക് എന്ന് പറയുന്ന സാധനം, അപ്പം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊണ്ടോട്ടി മുളക് അല്ലെങ്കിൽ കർണപ്പൊട്ടി മുളക്, അതുകൊണ്ട് ഉപയോഗിച്ചുള്ള ഈ ഒരു മീൻ ഫിഷ് ഫ്രൈ ആണ്. അതിലൂടെ കപ്പയുണ്ട്, പിന്നെ നമ്മൾ ചെറിയൊരു ടച്ചിന് വേണ്ടി ഇത് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു സംഭവമാണ്, ഒരു വിഭവമാണ്. അപ്പം പുതിയ രീതിയിൽ നിങ്ങളെല്ലാവരും കുക്ക് ചെയ്യുക. ഹെൽത്തിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് നാളെ തൊട്ട് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ ഗായ്സ്, കണ്ടവർക്കെല്ലാം 1000 ഹാർട്ട് ബീറ്റ്സ് രുചിക്കൂട്ടിൻ്റെ നന്ദി. താങ്ക് യു.